ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഗോഡ് ഓഫ് മാസസ് എന്നറിയപ്പെടുന്ന NBK അല്ലെങ്കിൽ നന്ദമൂരി ബാലകൃഷ്ണയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഡാക്കു മഹാരാജ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഈ ഒരു സിനിമ അത്യാവശ്യം നല്ലൊരു എക്സ്പെക്ടേഷൻ ഉള്ളൊരു സിനിമ തന്നെയായിരുന്നു. കാരണം അങ്ങേരുടെ റീസെൻ്റ് ആയിട്ട് ഇറങ്ങുന്ന സിനിമകളുടെ ഒക്കെ അത്യാവശ്യം നല്ല ആക്ഷൻ കൊറിയോഗ്രാഫിയും നല്ല സിനിമോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ എസ്പെഷ്യലി 100% പ്രതീക്ഷ വെക്കാനുള്ള വേറൊരു കാരണം ആക്ഷൻ സീക്വൻസിനെ എങ്ങനെ എലിവേറ്റ് ചെയ്യണം എന്നറിയാവുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് തമൻ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ട്രെയിലറിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വൈബ് ഉണ്ടാക്കുന്ന ഒരു സാധനമായിരുന്നു. ആ ഒരു സാധനം കൂടി തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ അറിയാം. നല്ലൊരു ക്യൂരിയസ് ആയിട്ടിരിക്കുന്നൊരു സമയത്ത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോട് ചോദിച്ചു, വാട അത് തിയേറ്ററിൽ പോയി കാണാം. കൊച്ചിയിലുണ്ടായിരുന്നു തോന്നുന്നു, തൃശ്ശൂർ എന്തായാലും ഉണ്ടായില്ല. വാട പോവാന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു പോകാൻ പറ്റില്ല, ആളുടെ പടത്തിനൊന്നും ഞാൻ തിയേറ്ററിൽ പോയി കാശ് കളയില്ല എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ. അപ്പോൾ പിന്നെ പോകാനൊന്നും പറ്റിയില്ല. OTT വരുമ്പോൾ കാണാമെന്ന് വിചാരിച്ചിട്ട് കണ്ട സിനിമയാണ് ഡാക്കു മഹാരാജ്. ഭയങ്കര സങ്കടമായിരുന്നു. എന്തായാലും ആ ഒരു സിനിമ കണ്ടു. നെറ്റ്ഫ്ലിക്സിൽ 21-ാം തീയതി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ കണ്ടതാണ് സിനിമ. ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റാണ്ടിരുന്ന വർക്കിന്റെ പരിപാടികളൊക്കെ കാരണം ഇങ്ങനെ നീങ്ങി പോയി. നല്ല രീതിക്ക് ടയേർഡായി. അപ്പോൾ എന്തായാലും ആ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോബി കൊള്ളിയാണ് അതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. ഇതിന്റെ എഡിറ്റർ റൂബനാണ്. അദ്ദേഹം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആക്ഷൻ സിനിമകളൊക്കെ, തമിഴ് ഇൻഡസ്ട്രിയിലുള്ള ആക്ഷൻ സിനിമകളൊക്കെ എടുത്തിട്ടുള്ള ആളാണ്. സോ ആ ഒരു തമിഴ് ഇൻഡസ്ട്രിക്കകത്തുള്ള കുറച്ച് കളർ ടോണും പരിപാടികൾ, അതുപോലെ തന്നെ എഡിറ്റിംഗ് പാറ്റേൺ, ആക്ഷൻ സ്റ്റൈല്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് എന്നുള്ളതാണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സിനിമോട്ടോഗ്രാഫിയും ഇതിന്റെ ഗംഭീര സാധനമായിരുന്നു, ഒന്നും പറയാതെ വയ്യ. ആക്ഷൻ കൊറിയോഗ്രാഫി ആരാണ് ചെയ്തതെന്ന് അറിയില്ല, അത്യാവശ്യം ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. UA 16+ കിട്ടിയിട്ടുള്ള പടമാണ് തോന്നുന്നത്. എന്തായാലും അങ്ങനത്തെ ഒരു ചോര തെറിക്കുന്ന രീതിയിലുള്ള ആക്ഷൻ സീക്വൻസുകളാണ്. പക്ഷേ ആക്ഷൻ സീക്വൻസുകളുടെ എണ്ണം കുറവാണെന്നാണ് കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നത്. കാരണം 2-3 4 ആക്ഷൻ സീക്വൻസുകളാണ് എണ്ണാവുന്ന രീതിക്ക് നല്ല അടിപൊളി മാസമായിട്ട് കാണിച്ചേക്കുന്ന സാധനം. ബാക്കിയൊക്കെ ചെറിയ സാധനങ്ങളേ ഉള്ളൂ. ആ ഒരു ആക്ഷൻ സീക്വൻസിനകത്തുണ്ടല്ലോ തമൻ അഴിഞ്ഞാടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും പണിയെടുക്കുന്നതിന്റെ ഒരു 10 ഇരട്ടി കൂടുതൽ പണി തമൻ ഈ ഒരു പടത്തിനകത്ത് എടുത്തിട്ടുണ്ട്. സ്റ്റോറി ലൈനും അത്യാവശ്യം നല്ല രീതിക്കുള്ളതുകൊണ്ട്, അത്യാവശ്യം ഇമോഷണൽ കണക്റ്റും ഉണ്ടാകുന്നത് കൊണ്ട് വെട്ടിച്ചില്ലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് അഖണ്ഡയ്ക്ക് ശേഷം ഇത്ര ഗംഭീരമായിട്ട് എനിക്ക് NBKയുടെ ഒരു പടം ഈ അടുത്ത കാലത്തും തോന്നിയിട്ടുണ്ടായിരുന്നു. ഗംഭീര സാധനം. ഗംഭീരം എന്നൊക്കെ പറഞ്ഞാൽ ആകെപ്പാടൊരു നിരാശയായിട്ട് തോന്നിയിട്ടുള്ള ക്ലൈമാക്സ് പെട്ടെന്ന് ഒരു അരമണിക്കൂറിനുള്ള പടയെന്ന് പറഞ്ഞ് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം വില്ലനെ അത്ര ഗംഭീരമൊക്കെ ആയിട്ട് കാണിച്ചിട്ട്, ഞാൻ ഇത്ര ഗംഭീര വില്ലനെ ഒന്നും കണ്ടിട്ട് കൂടി ഇല്ല ഇങ്ങേരുടെ പടത്തിനകത്ത്. ഇത്ര അത്യാവശ്യം നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലൻ തന്നെയായിരുന്നു. ടെറർ വില്ലൻ ബോബി ഡിയോളാണ് അത് ചെയ്ത് വെച്ചേക്കണം. ബോബി ഡിയോളിന്റെ തന്നെ കരിയറിലെ വൻ സ്വാഗ് അല്ലെങ്കിൽ വൻ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ഇതിനകത്തുള്ളത്. അത്യാവശ്യം ടെറർ പരിപാടി തന്നെയാണ് ബോബി ഡിയോൾ ചെയ്തത്. മുഖത്ത് ഭാവങ്ങളൊന്നുമില്ല, പക്ഷെ അങ്ങേരുടെ കാട്ടായങ്ങൾ അത്തരത്തിലുള്ള പരിപാടികളാണ്. സോ എന്തായാലും അതൊക്കെ നല്ല രസമായിരുന്നു. ഫ്ലാഷ് ബാക്കിനകത്തുള്ള ആ ഒരു മാർബിളിന്റെ പരിപാടികളൊക്കെ കാണിക്കുന്ന ഒരു ഇതുണ്ട്, മാർബിൾ കോറിയുടെ ഒരു പരിപാടികളൊക്കെ കാണിക്കുന്നത്, അതൊക്കെ കിഡിലൻ സിനിമോട്ടോഗ്രാഫി ആയിരുന്നു. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റോറിയും അത്യാവശ്യം നല്ല രീതിക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു വകുപ്പുണ്ട്. ആകെപ്പാടൊരു നിരാശ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്ലൈമാക്സ് പെട്ടെന്ന് വേഗം ഒരു ആക്ഷൻ ചെയ്ത് വെച്ച് വേഗം പോയി എന്നുള്ളതാണ്. അതിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും കിടിലമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത് കണ്ട ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ഇന്റർവെൽ സീക്വൻസ് ആണ്. നമുക്കറിയാം ഇയാൾ എന്തൊരു സംഭവമാണ്, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഗ്ലിംസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു എലിവേഷൻ ഉണ്ടല്ലോ, ആ ഒരു ഇന്റർവെൽ എത്തുന്ന സമയത്ത് ആ ഒരു പീക്കിലേക്ക് എത്തിക്കും. അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ തമന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടല്ലോ, വേറെ ലെവലായിരുന്നു. അതുപോലെ തന്നെ കാട്ടിനകത്ത് വെച്ചിട്ടൊരു ആക്ഷൻ സീക്വൻസ്, ഒരു ചേസ് പരിപാടികളൊക്കെ ഉണ്ട്, അതും വെടിച്ചില് സാധനം. ഇൻട്രൊഡക്ഷനിൽ കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അതായത് പടം തുടങ്ങുന്ന ഫസ്റ്റ് ഷോട്ടിൽ ആ ഒരു സംഭവത്തിൽ കാടിനകത്ത് ഫുള്ള് തീയിട്ടിട്ടൊരു പരിപാടി കാണിക്കുന്നുണ്ട്. ആ ഫ്രെയിമൊക്കെ എൻ്റെ മോനെ, ആ ഒരു സാധനം കണ്ടാൽ തന്നെ നമ്മൾ അവിടെ ഇരിക്കും, പിന്നെ അവിടുന്ന് പടം കഴിയാണ്ട് എണീക്കാൻ തോന്നില്ല. അത്തരത്തിലുള്ള മേക്കിംഗ് സെറ്റപ്പാണ് ഈ ഒരു പടത്തിനകത്ത്. റിച്ച് എന്നൊക്കെ പറഞ്ഞ ലെവൽ, വേറെ റേഞ്ച് പരിപാടികൾ. കളർ ടോൺ ആണെന്നുണ്ടെങ്കിൽ ഒരു ഓറഞ്ച് പരിപാടികളൊക്കെ പിടിച്ചിരിക്കണമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു സംഭവം. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ തന്നെ ആ കാറ്, നമ്മുടെ ഗോസ്റ്റ് റൈഡറിലെ ബൈക്ക് പോലെ തന്നെ കാറ് ഫുള്ള് തീയാണ്. 4 ടയറും കാറിന്റെ ബോണറ്റും എല്ലാ സാധനങ്ങളും ഫുള്ള് തീമയാണ്. ആ തീയില് സ്ലോ മോഷനിൽ ഇങ്ങനെ കാറിങ്ങനെ വന്ന് നിന്നിട്ട് ഗോഡ് ഓഫ് ഡെത്ത് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതൊക്കെ വെടിച്ചില് സാധനമായിരുന്നു. ഇത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, നെഗറ്റീവായിട്ടൊന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. ഇങ്ങനെ വായ തുറന്നു കഴിഞ്ഞാൽ ട്രബിൾ ഓഫ് ദ ട്രബിൾ, യു ആർ ദ ട്രബിൾ, ഐ ആം ദ ട്രബിൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗ് ഉണ്ട് മൂപ്പരുടെ. അത് ഇതിലല്ല, പൊതുവേ ഉള്ളൊരു സാധനം. അതുപോലത്തെ ഒക്കെ കുറച്ച് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ
കമ്പാരിറ്റീവ്ലി ഡയലോഗ് കുറവാണ് ബാക്കിയുള്ള സിനിമകളെ അപേക്ഷിച്ച്. ചളി സാധനങ്ങൾ കുറവായിട്ടാണ് പേഴ്സണലി തോന്നിയത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ല രീതിക്ക് ഇഷ്ടപ്പെടാൻ കാര്യം. ഞാൻ തെലുങ്കിൽ തന്നെയാണ് കണ്ടത്, ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഇട്ടിട്ട്. അപ്പോൾ ഒന്നും കൂടി എൻജോയ് ചെയ്യാൻ പറ്റി. ഓവർ ദ ടോപ്പ് ആക്ഷൻ സീക്വൻസുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാസ് പടങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ ഒരു പടത്തിനകത്തുള്ളത്. അല്ലാണ്ട് ഇപ്പോൾ ബാലയ്യയുടെ പടത്തിലുള്ള പോലത്തെ മറ്റേ ട്രെയിനിനെ എടുത്ത് പൊക്കിയെടുത്ത് അടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നോർമൽ മാസ് ആക്ഷൻ പടങ്ങൾക്ക് എന്താണോ ആവശ്യം ആ സാധനങ്ങളൊക്കെ ഈ ഒരു പടത്തിനകത്തുണ്ട്. പിന്നെ ഇങ്ങനെ സ്ക്രീനിൽ വന്നങ്ങ് നിന്ന് കഴിഞ്ഞാൽ അതൊരു ആനച്ചന്തം എന്നൊക്കെ പറയില്ല, അതേപോലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ആക്ഷൻ സീക്വൻസ് ഒക്കെ ചീർച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല, പെട്ടച്ചങ്ങ് വിട്ടിരിക്കുകയാണ്. പിന്നെ നായികമാരെന്നൊക്കെ പറയാൻ ലേഡീസ് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പടത്തിനകത്ത്. അത് പ്രത്യേകിച്ചും ആ ഒരു ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത് ഫ്ലാഷ് ബാക്കിനകത്താണ്. ഫ്ലാഷ് ബാക്ക് സീക്വൻസിനകത്തുള്ള ബാലയ്യയുടെ ആ ഒരു ഗെറ്റപ്പ് എനിക്ക് വലിയ അങ്ങോട്ട് തൃപ്തിയായില്ല. കാരണം ഒരു യങ്സ്റ്റർ പരിപാടി പിടിച്ചേക്കുന്നതാണ്, പക്ഷെ അതിനേക്കാളൊക്കെ നല്ല രീതിയിൽ ഏജ് ഇങ്ങേർക്ക് തോന്നിക്കുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. അത് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ ലാലേട്ടൻ ട്രോളേറ്റ് മേടിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തന്നെയാണ്. മൂപ്പര് അങ്ങോട്ട് ക്ലീൻ ഷേവ് ചെയ്തൊരു മീശ മാത്രം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ശോകമാണ്. കൃത്യമായിട്ട് നല്ല രീതിക്ക് ഏജ് എടുത്തറിയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു ഗെറ്റപ്പ് താടിയൊക്കെ വെച്ച് മീശയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു വീരപ്പൻ മോഡൽ വരണത് അത് പൊളി സാധനമായിരുന്നു. ഇതൊക്കെയാണ് നെഗറ്റീവായിട്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങേരുടെ ഒരു കുറച്ച് ഡയലോഗുകളും ഈ ഒരു ഗെറ്റപ്പും. അതിപ്പോൾ മുമ്പുള്ള പടങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെ കുറേ ഫ്ലാഷ് ബാക്ക് സീക്വൻസിനകത്ത് ഇങ്ങനെ താടി അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ബാക്ക് ആയി. ആ ഒരു സംഭവം എനിക്കെന്തോ പറ്റിയില്ല. അതർവൈസ് ബാക്കിയൊക്കെ ഈ ഒരു പടം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കളക്ഷൻ എനിക്ക് 100-200 കോടിയുടെ അടുത്ത് കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ബാലയ്യയുടെ കരിയറിൽ തന്നെ ഏറ്റവും ടോപ്പ് ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുള്ള പടം ഇതാണ് തോന്നുന്നു. അതിനുള്ള വകുപ്പൊക്കെ ഈ ഒരു പടം ഉണ്ട് കേട്ടോ. മാസ് മസാല ആക്ഷൻ എന്റർടൈനർ പ്രേമികളെ സംബന്ധിച്ച് ഇതൊരു ദൃശ്യ വിരുന്ന് തന്നെയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. സോ എന്തായാലും നെറ്റ്ഫ്ലിക്സിനകത്ത് ഉണ്ട് ഈ ഒരു സാധനം. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. കണ്ടിട്ടുള്ളവരാണ് നിങ്ങളുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും മറക്കാതിരിക്കാം. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഗൈസ്.